എല്ലാവരും പഠിച്ചിട്ട് ഏകദേശം അവസാന നിമിഷത്തിലാണ് ഉള്ളത്. ഇനി നമ്മുടെ മുന്നിൽ അധിക ദിവസമൊന്നുമില്ല, അടുത്ത ആഴ്ച തന്നെ നമ്മുടെ എക്സാം ആണ്. അതിലേക്ക് ഒരു വലിയ കോൺട്രിബ്യൂഷൻ നമുക്ക് ഈ 11th സ്റ്റാൻഡേർഡിൻ്റെ ബിസിനസ് സ്റ്റഡീസിൽ നമുക്ക് ചോദിച്ചേക്കാവുന്ന എസ്സേ ക്വസ്റ്റ്യൻ ഏതാണ് എന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം അല്ലേ. അങ്ങനെ വെറുതെ ഞാനിങ്ങനെ നോക്കിയിട്ട് എനിക്ക് ഇഷ്ടമുള്ളൊരു ചാപ്റ്ററിൽ നിന്ന് ഒരു എസ്സേ ക്വസ്റ്റ്യൻ പറയാന്നുള്ള നിലക്കല്ല, നമുക്കൊരു കഴിഞ്ഞ 3 വർഷമായിട്ട് നമുക്ക് കണ്ടിന്യൂസ്ലി അല്ലെങ്കിൽ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഒരു 3 ചാപ്റ്ററിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത് നമുക്ക് ഏകദേശം ധാരണ ആയിട്ടുണ്ട്. എന്തായാലും നമുക്കത് ഒന്നും കൂടി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്, എസ്സേ ക്വസ്റ്റ്യൻസിൻ്റെ ഏതൊക്കെയായിരിക്കും ചോദിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ 2025 നമുക്കറിയാം നമ്മുടെ എസ്സേ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് 3 ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൽ ഏതെങ്കിലും 2 എണ്ണം അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് വരുന്ന ടാസ്ക് എന്ന് പറയുന്നത്. ഈ 2 ചോദ്യം മതി നമുക്ക് എന്തിലേക്ക് 16 മാർക്ക് സ്കോർ ചെയ്യാൻ അല്ലേ. ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ 2025 എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം ബോർഡ് എക്സാമിന് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഒരു ക്വസ്റ്റ്യൻ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി 11th സ്റ്റാൻഡേർഡിൻ്റെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്ന ചാപ്റ്റർ വിച്ച് മീൻസ് സെക്കൻഡ് ചാപ്റ്ററിൽ നിന്നാണ് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ചോദ്യം 3-ൽ ഒരു ചോദ്യം നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിലെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്നുള്ളതാണ് ചോദിച്ചുള്ളത്. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്നാൽ എന്ത്, കമ്പനിയുടെ ഏതെങ്കിലും 7 സവിശേഷതകൾ എഴുതുക, ഫീച്ചേഴ്സിലേക്കാണ് പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഓൾമോസ്റ്റ് എക്സ്പെക്റ്റഡ് ആണ്. കാരണം 11th സ്റ്റാൻഡേർഡിൻ്റെ ബിസിനസ് സ്റ്റഡീസിൽ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് 12ഓളം മാർക്ക് ചോദ്യം വരുന്നൊരു ചാപ്റ്റർ തന്നെയാണുള്ളത്. അപ്പോൾ അവിടെ നിന്നൊരു എസ്സേ ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ ഏത് എസ്സേ ക്വസ്റ്റ്യൻ വരും എന്നുള്ളത് ഒരു 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് നമുക്കൊന്ന് നോക്കി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പറയുന്നത് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി സെക്കൻഡ് ചാപ്റ്റർ ആൻഡ് ഐഡൻറ്റിഫൈ ദ സർവീസ് റിമൂവ് ദ ഹിൻഡ്രൻസ് ഓഫ് റിസ്ക് എന്നുള്ളതാണ്. ഓക്കെ, റിസ്ക് റിമൂവ് ചെയ്യുന്ന ഹിൻഡ്രൻസ് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഇൻഷുറൻസ് ആണ് എന്നുള്ളത് നമുക്കറിയാം. ആൻഡ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ 7 പ്രിൻസിപ്പിൾസ് ഓഫ് ഇറ്റ്, അതിൻ്റെ പ്രിൻസിപ്പിൾസ് ചോദിച്ചിട്ടുണ്ട്. ബിസിനസ് സർവീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ കൊമേഴ്ഷ്യൽ ബാങ്ക്, ഇൻഷുറൻസ്, ട്രാൻസ്പോർട്ടേഷൻ, വെയർഹൗസ്, കമ്മ്യൂണിക്കേഷൻ എന്നുള്ള 5 സർവീസുകളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അതിൽ നമ്മൾ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് പറയാറുണ്ട് ഇൻഷുറൻസ് എന്താണ്, അതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്താണ്, അതുപോലെ തന്നെ ഈ പറഞ്ഞ ബാങ്കിങ്ങിൻ്റെതും ചോദിക്കാറുണ്ട്. അപ്പം ഇവിടെ ചോദിച്ചിട്ടുള്ള ഏതാണ്, ഇൻഷുറൻസ് ആണ്. വ്യാപാരത്തിൻ്റെ നഷ്ടസാധ്യത തടസ്സത്തെ ദൂരീകരിക്കുന്നത് അല്ലേ. നമുക്കറിയുന്നത് ഏത് ഹിൻഡ്രൻസ് ആണ് റിസ്ക് റിമൂവ് ചെയ്യുന്നത്, ഇൻഷുറൻസ് ആണെന്നുള്ളതും ഇൻഷുറൻസ് എന്താണെന്നുള്ളതും അതിൻ്റെ പ്രിൻസിപ്പിൾസുമാണ് ചോദിച്ചിട്ടുള്ളത്. ആബ്സെൻസ് ഓഫ് സെയിൽസ്മാൻ ഈസ് എ പ്രോമിനൻറ്റ് ഫീച്ചർ ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് ലാർജ് സ്കെയിൽ റീറ്റെയിലിംഗ്. അടുത്തത് സ്മോൾ സ്കെയിൽ അല്ല ഇന്റേണൽ ട്രേഡ് എന്ന് പറയുന്ന 10ാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് നമുക്ക് 3ാമത്തെ എസ്സേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ അങ്ങനെ നോക്കുന്ന സമയത്ത് ആബ്സെൻസ് ഓഫ് സെയിൽസ്മാൻ വി നോ ഇറ്റ്സ് സൂപ്പർ മാർക്കറ്റിനെ കുറിച്ചാണ് പറയുന്നത്, സൂപ്പർ മാർക്കറ്റിൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. ഓക്കെ, വിച്ച് മീൻസ് ഈ 3 ചോദ്യങ്ങൾ നോക്കുന്ന സമയത്ത് ഈ 2025 ചോദിച്ചിട്ടുള്ളത് 2ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഫോംസിൽ നിന്നും ബിസിനസ് സർവീസിൽ നിന്നും അതേപോലെ തന്നെ ഇന്റേണൽ ട്രേഡ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ 3 ചാപ്റ്ററുകൾ പഠിച്ചു വെക്കുക. ആൻഡ് നെക്സ്റ്റ് 2024 നോക്കിയപ്പോൾ ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഈ ചാപ്റ്റർ തന്നെയാണോ ചോദിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, 24ത്തെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ഒന്ന് എടുത്ത് നോക്കി. ഓക്കെ, 2024 കോൺസെപ്റ്റ് ഓഫ് ഇൻഷുറൻസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ആൻഡ് ഗൈഡ് ദ ഇൻഷുറൻസ് പ്രിൻസിപ്പിൾസ് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചു. ഓക്കെ, കഴിഞ്ഞ വർഷം 2025-ലും 2024-ലും സെയിം ക്വസ്റ്റ്യനാണ് എസ്സേക്ക് ചോദിച്ചിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് സംശയം മോഡലിൽ ചോദിച്ചത് പബ്ലിക്കിന് ചോദിക്കോ, കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് ഈ പ്രാവശ്യം ചോദിക്കോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ 2024 സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഇൻഷുറൻസും അതിൻ്റെ പ്രിൻസിപ്പിളും തന്നെ. ഇപ്പോൾ ബിസിനസ് സർവീസ് എന്നാണ് ക്വസ്റ്റ്യൻ മനസ്സിലായി. വാട്ട് ഈസ് പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്നുള്ളതാണ്, പങ്കാളിത്ത ബിസിനസ് എന്താണ് എന്നുള്ളതാണ്. എഗെയിൻ സെക്കൻഡ് ചാപ്റ്റർ തന്നെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്, ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. എക്സ്പ്ലെയിൻ എനി 4 സർവീസ് റെൻഡഡ് ബൈ ഹോൾസെയിലർ ആൻഡ് മാനുഫാക്ചറർ. അത് നമ്മുടെ ഇന്റേണൽ ട്രേഡിൽ നിന്നുമാണ്. ഇല്ല, ഹോൾസെയിലറും റീറ്റെയിലറെ കുറിച്ചും നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, സോ അപ്പം നമ്മൾ 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കുന്ന സമയത്ത് എസ്സേ ക്വസ്റ്റ്യൻ്റെ ഭാഗം നമ്മൾ കൃത്യമായിട്ട് നോക്കുന്ന സമയത്ത് വി ആർ ഡാം ഷുവർ ഇതിൽ നിന്ന് ചോദ്യം വരുന്നത് എവിടെ നിന്ന് മാത്രമാണ്, ഈ 3 ചാപ്റ്ററിൽ നിന്നാണ്. ഒന്നും കൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വർഷം കൂടി പിന്നോട്ട് പോയി 2023 നിന്ന് നോക്കി. 2023-ലും ഇതാണ് എക്സ്പ്ലെയിൻ എനി 4 മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഇതിലാണ് ചോദിച്ചത്. എഗെയിൻ ഇൻഷുറൻസ് പ്രിൻസിപ്പിൾസ് 3 വർഷം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് ഇൻഷുറൻസും പ്രിൻസിപ്പിൾസുമാണ്. ആൻഡ് വി ഹാവ് എവറിത്തിങ് അണ്ടർ വൺ റൂഫ് ഐഡൻറ്റിഫൈ ദ ബിസിനസ് മെൻഷൻ ഹിയർ. ഇവിടെ എവറിത്തിങ് അണ്ടർ വൺ റൂഫ് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോഴ്സിനെ കുറിച്ചിട്ടും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇന്റേണൽ ട്രേഡിൻ്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. എന്നാലും ലാർജ് സ്കെയിൽ റീറ്റെയിൽ അല്ലെങ്കിൽ ഹോൾസെയിൽ റീറ്റെയിൽ എന്നുള്ള ഭാഗത്തേക്ക് മാത്രമായിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ള ഭാഗത്തു നിന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പം ഞാൻ പറയുന്നത് ഈ 3 ചാപ്റ്റർ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ, ഒന്നാമതായിട്ട് പറയാനുള്ളത് ഈ 3 ചാപ്റ്റർ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ 12, 22, 32 മാർക്ക് തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും ടോട്ടലി. ഓക്കെ, ഈ 32 മാർക്കിൽ എന്തായാലും 16 മാർക്ക് സ്കോർ ചെയ്യാൻ ഒന്നാമത് ബിസിനസ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ, ബിസിനസ് സർവീസ്, ഇന്റേണൽ ട്രേഡ് എന്നുള്ള 3 ചാപ്റ്റർ. അതിൻ്റെ ഒരു ഗസ്സിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് സോൾ പ്രൊപ്രൈറ്റർ, പാർട്ട്ണർഷിപ്പ്, ജോയിൻറ്റ് സ്റ്റോക്ക് ഇവരിൽ നിന്നാണ് ഒരു എസ്സേക്ക് സാധ്യതയുള്ളത്. ആൻഡ് ഇൻഷുറൻസിൻ്റെ ഫംഗ്ഷന് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫംഗ്ഷൻ, ഈ 2 ഫംഗ്ഷൻസ് കേട്ടോ, ഇൻഷുറൻസിൻ്റെ ഭാഗം അല്ലെങ്കിൽ ഫംഗ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്നുള്ള ഭാഗത്തു നിന്നായിരിക്കും ഈ ബിസിനസ്
സർവീസ് എന്നുള്ള എസ് എ ക്വസ്റ്റ്യന് സാധ്യത. ഇവിടെ പറയുന്നത് ലാർജ് സ്കെയിൽ റീറ്റെയിൽ സ്റ്റോഴ്സ് എന്ന്, ഈ പറഞ്ഞതുപോലെ തന്നെ ഇന്റേണൽ ട്രേഡ് എന്ന് പറയുന്ന സമയത്ത് ലാർജ് സ്കെയിൽ റീറ്റെയിൽ അല്ലെങ്കിൽ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ എന്നുള്ള അവരുടെ സർവീസ് റെൻഡർഡ് ബൈ എന്നുള്ള ചോദ്യവുമാണ് വരാറുള്ളത്. ഓക്കെ, സോ ഓൾ ടുഗദർ നിങ്ങൾ ചെയ്യേണ്ടത് ഈ 3 ചാപ്റ്റർ പക്കാക്കുക. ഈ ചാപ്റ്റർ മാത്രം മതി. ഞാൻ പറഞ്ഞ പോലെ 32 മാർക്കിൻ്റെ ചോദ്യമാണ്. ഈസി ആയിട്ട് 32 മാർക്സ് എസ് എ ക്വസ്റ്റിനും 5 മാർക്കും 1 മാർക്കും ഒക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ 32 മാർക്ക് കിട്ടുമോ സാർ ഇത് പഠിച്ചാൽ? അത് അത്രയും നല്ലോണം പഠിക്കണം എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് കേട്ടോ. ആ വിഭാഗം എന്ത് ചെയ്യുക, സെറ്റാക്കി വെക്കുക എന്നുള്ളതാണ്. സോ മറന്നു പോകേണ്ട 3 വർഷത്തെ, ഞാൻ വെറുതെ പറയല്ല, നമ്മുടെ 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഇവാലുവേറ്റ് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയതാണ് ഈ 3 ചാപ്റ്ററിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത്. ആൻഡ് എഗെയിൻ ഈ ടോപ്പിക്സിൽ നിന്ന് തന്നെ ഒരു എസ് എ ക്വസ്റ്റിനും നമ്മൾ ഈ പ്രാവശ്യത്തെ പബ്ലിക് എക്സാമിന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇനി നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ഒരു സൂപ്പർ ബാച്ച് വി ഹാവ് ഓൾറെഡി സ്റ്റാർട്ടഡ്. നിങ്ങളുടെ +2ലേക്കുള്ള സൂപ്പർ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വിച്ച് മീൻസ് നിങ്ങൾ ഇപ്പം തന്നെ നമ്മളൊപ്പരം വെറും 5499 റുപ്പീസ് കൊടുത്തിട്ട് ഒരു 5500 രൂപ കൊടുത്ത് നമ്മളൊപ്പരം ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ +1ലേക്കുള്ള ക്ലാസ്സസ് മൊത്തം നമ്മളങ്ങ് തരും. ഓക്കെ, ഇപ്രാവശ്യം നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന മൊത്തം കാര്യങ്ങൾ നമ്മൾ ഫ്രീ ആയിട്ട് തരും. ആൻഡ് ഏപ്രിൽ മുതൽ തന്നെ നമ്മൾ എന്ത് ക്ലാസ് തുടങ്ങും, +2 ക്ലാസ്സുകൾ തുടങ്ങുകയും പെട്ടെന്ന് തന്നെ പോർഷൻസ് തീർത്തിട്ട് റിവിഷനിലേക്കും മറ്റുമായിട്ട് നമ്മളൊരു കംപ്ലീറ്റ് പാക്ക് നിങ്ങൾ എഴുതിട്ട് സെറ്റ് ചെയ്ത് തരുന്നുള്ളതാണ്. എക്സാം ഫോക്കസ് സ്പെഷ്യൽ ലൈവുകൾ, എക്സാം അനുസരിച്ചുള്ള ലൈവുകൾ നമ്മൾ തരുന്നതാണ്. പേഴ്സണലൈസ്ഡ് എക്സ്പീരിയൻസ്, അതേപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ് ഉണ്ടാവും, ഡൗട്ട് ക്ലിയറൻസ്, മെൻറ്റർഷിപ്പ് പ്രോഗ്രാംസ് ഒക്കെ അവൈലബിൾ ആണ്. ആൻഡ് 30+ ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് വെറും 5499 റുപ്പീസിന് നിങ്ങളുടെ മുന്നിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. 12th സ്റ്റാൻഡേർഡിൻ്റെ കോഴ്സും കൂടി കൂടിയിട്ടുള്ളതാണ്. വിച്ച് ഇപ്പം തന്നെ ജോയിൻ ചെയ്യുന്ന ആൾക്ക് +1 ക്ലാസ്സസ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കുമെന്നും കൂടി പറയണം മക്കളെ. അപ്പോൾ ഓക്കെ, എക്സാം എല്ലാം എളുപ്പമാട്ടെ. ഓക്കെ, ബൈ, സി യു.